UDF സ്ഥാനാർത്ഥി എം സ്വരാജിന് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തി. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്താനാണ് അസോസിയേഷന്റെ തീരുമാനം. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുകയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ. ഇപ്പോഴിതാ നിലമ്പൂരിലേക്ക് അവർ എത്തിയിരിക്കുന്നു. സ്വരാജിനെതിരെയുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. അവർ UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ്. നിലമ്പൂരിൽ സ്വരാജിനെതിരായ പ്രചാരണ പരിപാടികളുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുമിച്ചിരുന്ന് ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, എന്തൊക്കെയാണ് ആശാ വർക്കേഴ്സ് അവിടെ ഉയർത്തുന്നത്? UDF പിന്തുണ കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അവിടെ UDF നേതാക്കൾ അവരുമായി ബന്ധപ്പെടുന്നുണ്ടോ? സ്വരാജിനെതിരെ തന്നെയാണോ അവരുടെ പരിപാടികൾ നീക്കുന്നത്, പ്രതിഷേധം നീക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില ആശാ വർക്കർമാർ അസോസിയേഷന്റെ സമരം തലസ്ഥാനത്തു നിന്നും ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലമ്പൂരിൽ സർക്കാരിനെതിരെ ഒരു പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിലമ്പൂരിലേക്ക് അവരുടെ സമരം വ്യാപിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ ഇന്ന് രാവിലെ എത്തിയ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികൾ വീടുകളിലും അതുപോലെ തന്നെ കടകളിലും കയറിയായിരുന്നു അവരുടെ പ്രചരണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ജനവിരുദ്ധ സർക്കാരിനെതിരെ നിലപാടെടുക്കണമെന്നാണ് പ്രധാനപ്പെട്ട അവരുടെ മുദ്രാവാക്യവും ഉയർത്തിയിരിക്കുന്നത്. ആശാ വർക്കേഴ്സിന്റെ നേതാവ് ശ്രീ മിനി തന്നെ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ വന്ന് ഒരു സമരം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം? ഞങ്ങൾ ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകൃതമായിട്ട് 12 വർഷം പിന്നിടുകയാണ്. ഒരു സ്വതന്ത്രമായി നിലനിൽക്കുന്ന യൂണിയനാണ്. ഇതിനോടകം നിരവധി തെരഞ്ഞെടുപ്പുകൾ വന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതരായിട്ടില്ല. പക്ഷേ ഇപ്പോൾ 124 ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും കഴിഞ്ഞ 39 ദിവസമായി കേരളമെമ്പാടും സമരയാത്ര നടത്തി അതിപ്പോൾ കൊല്ലത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം 232 രൂപ എന്ന് പറയുന്ന ആ വേതനം ഓണറേറിയം ഇന്ന് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ആശാ വർക്കർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ 4 മാസത്തിലധികമായി അവർ ഇവിടെ തിരുവനന്തപുരത്ത് സമരം തുടരുന്നു. അവർ ആവശ്യപ്പെട്ട കൂലി വർധന അല്ലെങ്കിൽ ഒരു ഓണറേറിയത്തിന്റെ വർധന അംഗീകരിക്കാൻ തയ്യാറാവാത്ത സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് തങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. അത് തന്നെയാണ് നേരത്തെ അവരുടെ നേതാവ് മിനിയും സൂചിപ്പിച്ചത്. ആ സമരം തിരുവനന്തപുരത്ത് തുടരുന്ന സമരം നിലമ്പൂരിലേക്ക് മാറ്റുമ്പോൾ അത് ഈ സർക്കാരിനെതിരെയുള്ള ഒരു സമരമാക്കിക്കൊണ്ട് തന്നെ പോവാതെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ, പോളിംഗ് അവസാനിക്കുന്നതുവരെ എം സ്വരാജിനെതിരെ ഇല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രചരണവുമായി ഇവിടെ രംഗത്തുണ്ടാവുമെന്ന് തന്നെയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് മിനി സൂചിപ്പിച്ചത്. അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സ്വരാജിനെ പരാജയപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചുള്ള പ്രചരണത്തിന് തന്നെയാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. അഖില, ശരി, നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ് ആശാ വർക്കർമാർ. അവിടെ സ്വരാജിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് അവർ. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.